ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമുള്ള ഓം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ബാലൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ, അതോടൊപ്പം രജനീകാന്തിന്റെ പുതിയൊരു സിനിമ പ്രഖ്യാപിച്ചു. അതോടൊപ്പം ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് 8ന്റെ പണി തുടങ്ങിയ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമുള്ള നീക്കം എന്ന് പറയുന്ന സിനിമ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണല്ലോ. ചിത്രത്തിൽ അശോകൻ, ബിനു പപ്പു, കലാഭവൻ ഷാജോൺ, സിദ്ദിഖ്, വീണ നന്ദകുമാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രം ദിലീപിന്റെ കരിയറിലെ 152ാമത്തെ ചിത്രമായിട്ട് ജൂലൈ മാസം 4-ാം തീയതിയായിരുന്നു തിയേറ്ററിലോട്ടെത്തായിരുന്നത്. എന്നാൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രം ഉടനെ തിയേറ്ററിലോട്ട് എത്താൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തൊക്കെയാണ് ദിലീപിന്റെ വലിയൊരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന ചിത്രം കൂടിയാണ് നീക്കം എന്ന് പറയുന്ന സിനിമ. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള ബാലൻ എന്ന് പറയുന്ന സിനിമ. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം അണിയിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഫർസാന ഭാരതിങ്കൽ, ആദിശേഷൻ, സിനാൻ, ജീൻപോൾ രാജ്, ടൊവിനോ തോമസ്, ഗിരീഷ് ഷെഡി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ 2ാം വാരത്തിലോട്ട് കടക്കാറാകുമ്പോഴും സ്വന്തമാക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 5ാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ഏകദേശം 77 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേടിയ ചിത്രം ഏകദേശം 10 മുതൽ 12 കോടി രൂപ വരെ സ്വന്തമാക്കിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഏറെ നാളായി കാത്തിരിക്കുന്ന 173ാമത്തെ ചിത്രം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു. ധർമ്മൻ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ഓ മൈ കടവുളെ, ഡ്രാഗൺ എന്നീ സിനിമയ്ക്ക് ശേഷം അശ്വിൻ മാരുമുത്താണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ചിത്രത്തിലെ രജനീകാന്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇതിനോടൊപ്പം തന്നെ തരംഗമായിട്ട് മാറുകയാണ്. ഒരു ഡോക്ടറുടെ വേഷത്തിൽ കയ്യിൽ രക്തം പുരണ്ട സർജിക്കൽ ബ്ലേഡുമായിട്ട് നിൽക്കുന്ന രജനീകാന്തിനെയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. ദി ഡെഡ്ലി ഡോക്ടർ എന്ന ടാഗ്ലൈനും ധർമ്മമേ വെല്ലും എന്ന തലക്കെട്ടും ചിത്രത്തിന്റെ തീവ്രത വെളിവാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് രജനീകാന്തിനൊപ്പം തന്നെ സിമ്രാനും റാക്ഷി ഖന്നയാണ് ചിത്രത്തിൽ നായകന്മാരെത്തുന്നത്. പേട്ടയ്ക്ക് ശേഷം രജനീകാന്തും സിമ്രാനും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയുണ്ട് ചിത്രത്തിന്. അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിനായിട്ട് മ്യൂസിക് ഒരുക്കുന്നത്. ചിത്രത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് തലൈവറുടെ കരിയറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് ചിത്രം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രം ഖലീഫയുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമുള്ള ഖലീഫ എന്ന് പറയുന്ന സിനിമ. പൃഥ്വിരാജ്, വൈശാഖ്, ജിനു അബ്രാഹം കൂട്ടുകെട്ടിൽ ഒന്നിക്കുന്ന ഖലീഫയ്ക്കായിട്ട് വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ദുബായിലെ ചിത്രീകരണം അവസാനിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ക്യാൻവാസിൽ കഥ പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് എന്റർടൈനറാണ് ഖലീഫ എന്ന് പറയുന്ന സിനിമ. ചിത്രം ഈ വരുന്ന ഓണം റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ് തിയേറ്ററിലോട്ട് എത്തുന്നതെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമുള്ള ഓം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തെ മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയായിരുന്നു പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. ധനുഷിന്റെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറും ഇതിനോടൊപ്പം തന്നെ ട്രെൻഡിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ നായികയായിട്ടെത്തുന്ന സായി പല്ലവി, അതോടൊപ്പം തന്നെ ശ്രീലീല തുടങ്ങിയവരാണ്. ഇപ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷ വാർത്തയായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു മാസ് ഗെറ്റപ്പിൽ തന്നെ ഓം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമുക്ക് മമ്മൂട്ടിനെ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സൂര്യൻ നായകനാക്കി വെങ്കി അഡ്നൂരി ഡയറക്ടിന്റെ ഏറ്റവും പുതിയ തമിഴ് തെലുങ്ക് ചിത്രമുള്ള വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തുനിന്ന് ആദ്യ ഗാനം സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയിട്ട് മാറുകയാണ്. റിലീസ് ചെയ്ത ആദ്യ 2 ദിവസത്തിൽ തന്നെ ഈ സോങ് ഏകദേശം 6 മില്യണിലധികം കാഴ്ചക്കാരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള GV പ്രകാശ് കുമാറാണ് പട്ടാമ്പൂച്ചി എന്ന് പറയുന്ന ഗാനം ഒരുക്കിയിട്ടുള്ളത്. ചിത്രത്തിന് വൻ സ്വീകാര്യത ലഭിക്കുമ്പോൾ ചിത്രം അടുത്ത മാസം ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് കറുപ്പിന് ശേഷം സൂര്യ ചിത്രം വിജയ് ആവർത്തിക്കുമെന്ന് കണ്ടതിനെ അറിയാം. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും മറ്റൊരു വമ്പൻ ചിത്രം ഇന്നത്തെ തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. മുരളി ഗോപിയുടെ തിരക്കഥയിലെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള അനന്തൻകാട് എന്ന് പറയുന്ന സിനിമ. ടിയാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം GN കൃഷ്ണകുമാർ ഡയറക്ട് ചെയ്യുന്ന ചിത്രത്തിന് മികച്ച ഒരു പ്രീസൈറ്റ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ആര്യ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരനെ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിൽ ആര്യയ്ക്കൊപ്പം തന്നെ ഇന്ദ്രൻസ്, മുരളിഗോപി, പുഷ്പ സിനിമയിലൂടെ ശ്രദ്ധേയനായിട്ട് മാറിയ സുനിൽ, അപ്പാനി ശരത്ത്, നിഖില വിമല്, ദേവ് മോഹൻ, സാഗർ സൂര്യ, റജീന കസാൻഡ്ര, ശാന്തി ബാലകൃഷ്ണൻ തുടങ്ങി മലയാളത്തിലെ തമിഴിലെ തെലുങ്കിലെ പല പ്രമുഖരും അണിനിരക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം ചിത്രം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കും നമുക്ക് കണ്ടുതന്നെ അറിയാം. അതോടൊപ്പം തന്നെ നാളെ റിലീസിലെത്താൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് ഉയിർ എന്ന് പറയുന്ന സിനിമ. റോഷൻ മാത്യു, ബൈജു സന്തോഷ്, വിനോദ് സാഗർ,
ആദിത്യ ചന്ദ്ര, ശ്രുതി മേനൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് എം പത്മകുമാർ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ഉയർ എന്ന് പറയുന്ന സിനിമ. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 26 നാളെയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഒരു മികച്ച ഒരു ക്രൈം ഡ്രാമ മിസ്റ്ററി ത്രില്ലർ ചിത്രമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെയൊക്കെ അപ്ഡേറ്റ്സുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ ആഴ്ച 2 വമ്പൻ OTT റിലീസുകളുണ്ട്. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ അർജുൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മാറാൻ ബ്ലാസ്റ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ അർജുനോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പറ്റി മൂന്തൻ, അഭിരാമി, ജോൺ കൊക്കൻ തുടങ്ങിയവരായിരുന്നു. നവാഗതനായ സുഭാഷ് കെ രാജായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്, ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൽപ്പാത്തി എസ് അഗോരൻ നിർമ്മിച്ച ചിത്രത്തിന് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് രബി ബസൂർ ആയിരുന്നു. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോൾ മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നമുക്ക് തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷകളോടെ ഇന്നു മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു വമ്പൻ ചിത്രം കൂടി OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒബ്സഷൻ എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രമാണ്. ഒബ്സഷൻ എന്ന് പറയുന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വൻ തരംഗമായിട്ട് മുന്നേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. ഷോർട്ട് ഫിലിമുകൾ ഒരുക്കിക്കൊണ്ടിരുന്ന കേരി വർക്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മൈക്കിൾ ജോൺസൺ ആയിരുന്നു കേന്ദ്ര കഥാപാത്രത്തെത്തിയെ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്റെ 3000 കോടി രൂപയോളം കളക്ട് ചെയ്ത ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് ആണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രം ഇന്നു മുതൽ ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും OTT അപ്ഡേറ്റ്സുകളും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.